ഹലോ നമസ്കാരം. അപ്പോൾ ദാ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒത്തിരി പേര് ആവശ്യപ്പെട്ട കളറുകളാണ് ഈ ലൈറ്റ് ഷെയ്ഡിലുള്ള കളറുകൾ. കുർത്തി അടിക്കാനും മാക്സി അടിക്കാനൊക്കെ ചിലവർക്ക് ലൈറ്റ് ഷെയ്ഡിലുള്ള നോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അവരെപ്പോഴും വിളിച്ചിങ്ങനെ ചോദിക്കും ഈ ലൈറ്റ് ഷെയ്ഡ് കൊണ്ടുവരാത്ത എന്താ, എപ്പോഴും ബ്ലാക്ക് ബ്ലൂ റെഡ് ഇങ്ങനെയാണല്ലോ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആരംഭിച്ചു സ്റ്റാർട്ടിങ്ങിലാണ് എന്നും പറഞ്ഞു ഒത്തിരി പേര് നമുക്ക് എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം നല്ലൊരു തുടക്കം ആവട്ടെ, പിന്നെ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന ഒരു വരുമാനത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് ഇടേണ്ടത്, എങ്ങനെയാണ് നമ്മളൊരു കസ്റ്റമറിനോട് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് വരുന്ന ചെറിയ എക്സ്പെൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കൊറിയർ ചാർജിൻ്റെ ഇതും പ്ലസ് നമ്മുടെ ഈ മാക്സി തുണിയുടെ റേറ്റും അതിൽ എന്തെങ്കിലും ഒരു ലാഭം നിങ്ങളെടുത്ത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ. ഇപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും നമുക്ക് ആരും ചിലവർ ടൗണിൽ കൊണ്ടുപോയി കൊടുക്കുന്നു എന്നുള്ള പരാതിയാണ്. അവിടെ എത്ര രൂപ വേണേലും അവർ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ റൂറൽ ഏരിയയിലുള്ള ചെറിയ ഷോപ്പുകളിലോ അല്ലെങ്കിൽ വീട്ടുകളിലോ ഒന്നും തയ്ക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളവരും തയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ. വീട്ടിലിരുന്ന് തന്നെ ഒരുപാട് വരുമാനം നേടുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു ടിപ്പ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കഴിവായിരിക്കും അത്. ഒരു സ്റ്റിച്ചിങ്ങിൽ നമുക്കതിൻ്റെ ഒരു എത്രമാത്രം പെർഫെക്ഷനോട് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ പുതിയ പിന്നെ മോഡലുകൾ കൊണ്ടുവരിക. നമുക്കതെല്ലാം ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെ കഴിവ് പോലെ ഇരിക്കും. അപ്പോൾ അത് നിങ്ങൾ കൂടുതലായിട്ട് നമുക്ക് എക്സ്പീരിയൻസിലൂടെ കൂട്ടിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അത് ഓരോ തവണയും നമ്മൾ കൂട്ടിയെടുക്കുക. പിന്നെ കസ്റ്റമേഴ്സിനോടുള്ള ഡീലിങ് ഇതും പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ബിസിനസ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും, എന്തായാലും മുന്നോട്ട് പോകും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഈ ഒരു മെറ്റീരിയലിന് നിങ്ങൾക്കറിയാം എത്രയാണ് റേറ്റ് എന്നുള്ളത്. നിങ്ങളുടെ കൊറിയർ ചാർജ് കൂടി കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ മാക്സി ആയാലും കുർത്തി ആയാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് അട്രാക്ഷൻ തോന്നിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രോഫിറ്റ് ഈടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നല്ല അടിപൊളി പ്രിൻറ്റിലാട്ടോ ഇത്തവണ വന്നിട്ടുള്ളത്. ഇതെല്ലാം ഷോർട്ട് കുർത്തിക്കൊക്കെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തരും കേട്ടോ. നല്ല ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ല ഇഷ്ടം തോന്നും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ബ്ലൂ, അത് യെല്ലോ, ലൈറ്റ് ഗ്രീൻ ഇതൊക്കെ ചോദിച്ച് ഒത്തിരി പേര് വിളിക്കാറുണ്ട്. ഇനി ഇത് കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിക്സാക്ക് പിന്നെ ഇതുപോലത്തെ സിക്സാക്കിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടല്ലോ, ആ ഒരു പാറ്റേണിലുള്ളത് ഒത്തിരി പേര് ചോദിച്ചേക്കുന്ന കാര്യം കേട്ടോ. എന്ന് കൊണ്ടുവന്നാലും അതെന്നും സോൾഡ് ഔട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സി ആയാലും കുർത്തിയൊക്കെ ആയാലും അടിച്ചപ്പോൾ ഈ ലൈന് സിക്സാക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുകൊണ്ടായിരിക്കും ഒത്തിരി കസ്റ്റമേഴ്സ് അത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറൊക്കെ മാമ്പഴം മഞ്ഞയുടെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഒരു എന്താണ് നമ്മുടെ മഞ്ഞളിൻ്റെയൊക്കെ ഒരു കളർ കേട്ടോ. നല്ല ഭംഗിയാണ്, അതിൻ്റെ ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ളതുകൂടി കാണിക്കുന്നുണ്ട്. ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരും സ്റ്റിച്ചിങ് തുടങ്ങിയവർക്കൊക്കെ പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് ആയാലും കൂട്ടാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പിന്നെ ഭംഗിയായിട്ട് അതിൻ്റെ നെക്കിലോ അല്ലെങ്കിൽ സ്ലീവിലൊക്കെ കുറച്ച് ഭംഗിയായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കഴിവ് പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ എക്സ്ട്രാ പൈസ ഈടാക്കാതിരിക്കുക. പിന്നീട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമർ കൂടി വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാമല്ലോ. പിന്നെ മുതൽ മുടക്കില്ലാതെ തന്നെ നമുക്കിപ്പോൾ സ്ലീവിലും നെക്കിലൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് നെക്ക് നമുക്ക് പിന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ സ്കാലപ്പ് നെക്കാണെങ്കിലും അല്ലാത്ത ഓരോ നെക്കിലും നമുക്കിപ്പോൾ ക്യാൻവാസ് ഇല്ലാതെ തന്നെ തയ്ക്കുന്നത് ഒത്തിരി പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസ് ഇനിയിപ്പോൾ എക്സ്ട്രാ എമൗണ്ട് ആവുന്നുണ്ടെങ്കിൽ
അത് നമുക്ക് മാറ്റിയിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണി അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് ആണെങ്കിലും നമുക്കത് ക്യാൻവാസിന് പകരം കുറച്ച് കട്ടിയുള്ള തുണി വെച്ചിട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിലും നെക്ക് പാച്ചസ് നമുക്ക് നെക്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് നല്ല പക്കാ ഫിനിഷിങ്ങിൽ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇത് നമ്മുടെ മുതൽ മുടക്ക് കുറച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത് തന്നെയാണ് അവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അമിതമായിട്ട് ഒരിക്കലും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഫീസ് ഈടാക്കരുത്. കാരണം നമുക്ക് ഒരു കസ്റ്റമർ പോരാ, ഒരു കസ്റ്റമർ വന്നിട്ട് പിന്നെ അയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും കസ്റ്റമേഴ്സ് വരില്ല. മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവർ പലയിടത്തും പറയും. അപ്പോൾ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അത് ഏതൊരു മനുഷ്യനായാലും അങ്ങനെ പറയും. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ അത് നന്നായിട്ട് ബാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കസ്റ്റമേഴ്സിനെയും കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് അതായത് ഇടുക്കി ഭാഗത്തു നിന്നും നമ്മുടെ വയനാട് ഈ ആദിവാസി മേഖലകളിൽ നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വരാറുണ്ട് കേട്ടോ. അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന തോട്ടം തൊഴിലാളികൾ, അതുപോലെ ആദിവാസി ഇതിലുള്ള ഊരുകളിലുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ മെറ്റീരിയൽസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുക മാത്രമല്ല ഒരുപാട് നമുക്ക് ഇതെല്ലാം ഓരോ അനുഭവങ്ങളാണല്ലോ ഓരോരുത്തരുടെ. അപ്പോൾ നിങ്ങൾ ആരും വെറുതെ ഇരുന്ന് വീട്ടിൽ മുഷിഞ്ഞിരിക്കേണ്ട. ഒരു ചെറിയ നമ്മുടെ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ പോലും, സിംഗിൾ മെഷീൻ ആണെങ്കിൽ പോലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ല, മാക്സി ആയാലും കുർത്തി ആയാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കുർത്തിക്കാണേലും ചില ഏരിയകളിൽ കുർത്തി അത്ര പോവില്ല എന്നാണ് പറയണത്. എങ്കിലും നിങ്ങൾ തയ്ച്ച് വെച്ച് നോക്കുക. ഒന്ന് ഒരു ഡെമയിലിട്ട് നോക്കൂ, ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരുന്നവർക്ക്, ഈ മാക്സി അടിക്കാനായിട്ട് വരുന്നവർക്കത് ഒന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മാക്സിക്കായാലും പിന്നെ ചുരിദാറിനായാലും ഒക്കെ നമുക്കിത് ഇതുപോലത്തെ ലേസ് വാങ്ങിക്കുകയാണെങ്കിൽ, ബണ്ടലായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ഇപ്പോൾ നമ്മളൊരു മീറ്റർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റാണ്. 24, 16 അങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നത് കേട്ടോ. ഇതൊരു കോട്ടാപ്പട്ടി ലേസ് എന്ന് പറയും. ഇത് അത്ര ക്വാളിറ്റിയില്ല. നമ്മുടെ ആൾക്കാർക്ക് അത്ര കണ്ട് ഈ ഗോൾഡൻ ഇതിലുള്ളത് താല്പര്യം തോന്നിയിട്ടില്ല എനിക്ക് ഇവിടെയൊന്നും. അപ്പോൾ ഞാനത് അങ്ങനെ വയ്ക്കാറില്ല കേട്ടോ. ഇങ്ങനെയുള്ള ലേസിൻ്റെ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതിനൊക്കെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാം. അതുകൂടാതെ ഇതുപോലത്തെ ലേസൊക്കെ നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ കളറിനനുസരിച്ച് അതിന് യോജിക്കുന്ന കളറ് വെച്ച് നമുക്കൊന്ന് നെക്ക് പോർഷനിലും സ്ലീവിലൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു അര മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ, മാക്സിമം 1 മീറ്റർ മതി. അപ്പോൾ നമുക്ക് ഇത് റോളായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് വെച്ച് കൊടുക്കാൻ പറ്റും. അതൊരു ടിപ്പാണ്, നിങ്ങൾ വെച്ച് കൊടുക്കുക. ഞാനൊക്കെ എപ്പോഴും മാക്സി അടിക്കുമ്പോഴും ചുരിദാർ അടിക്കുമ്പോഴൊക്കെ വെച്ച് കൊടുക്കും. 1 മീറ്റർ അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നുള്ളൂ. നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ നമ്മുടെ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഐഡിയ ആണിത്. നമുക്കിത് ബൾക്കായിട്ട് വാങ്ങിക്കണം കേട്ടോ. ഒരു ബണ്ടിൽ അല്ലെങ്കിൽ 2 ബണ്ടിലും 3 ബണ്ടിലായിട്ട് ഒരു 3 കളറിലുള്ളത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെച്ച് കൊടുക്കാൻ. 1 മീറ്ററിന് നിസ്സാരം പൈസയേ വരുള്ളൂ. 10-19 മീറ്ററോളം നമുക്കൊരു റോളിൽ കിട്ടും. അപ്പോൾ അത്രയും കിട്ടുമ്പോൾ നമുക്ക് അത് ഒരു 110 അല്ലെങ്കിൽ 120 രൂപയ്ക്ക് കിട്ടുമ്പോൾ അത് ലാഭമല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുക. ഇതിനെല്ലാം 25 രൂപ 30 രൂപയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പുകളിൽ അവർ വാങ്ങിക്കുന്നത്. ചെറിയൊരു ഒരു വീതി, അതിൻ്റെ വീതിയാണ് 1/4 ഇഞ്ച് 1/2 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിത് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ 1/4 ഇഞ്ചിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുക. റോളായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ലാഭമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചുരിദാറിലോ മാക്സിയിലൊക്കെ വെച്ച് കൊടുത്താൽ അടിപൊളി ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചുരിദാർ കാണിച്ചു തരാം, ഒരു ടോപ്പ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ടോപ്പിന് നമുക്ക് വാങ്ങിക്കുന്ന പ്രൈസിൽ നിന്ന് നമുക്ക് അതിനനുസരിച്ച് കുറച്ച് അല്പം കൂടി നിങ്ങൾക്ക് അതിന് ഈടാക്കാനും പറ്റും. കസ്റ്റമർ ആണെങ്കിൽ ഹാപ്പി ആവുകയും ചെയ്യും. കാരണം അവർക്ക് നല്ലൊരു കംഫർട്ടബിളായിട്ടും നല്ലൊരു ലുക്കിലും ഈ ഒരു പിന്നെ കുർത്തി ആണെങ്കിലും മാക്സി ആണെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. നമ്മുടെ കസ്റ്റമർ നമ്മളെ വിട്ട് പോവുകയില്ല.
അപ്പോൾ കസ്റ്റമറിനെ കൂട്ടാനുള്ള ഐഡിയകളും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്ന ഒത്തിരി പേര് വിളിച്ച് ഒരു 15-20ഓളം പേരെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ.